ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വി ഡി സതീശനെതിരെ പ്രമേയം അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി അഹങ്കാരം ഉപേക്ഷിക്കണമെന്നും പാർട്ടിക്ക് വിധേയനാകണമെന്നുമാണ് പ്രമേയത്തിലുള്ളത്. പാർട്ടി പ്രവർത്തകരോടുള്ള മുഖ്യമന്ത്രിയുടെ മനോഭാവം മാറ്റണമെന്നും ആവശ്യം. മഹിളാ കോൺഗ്രസ് നേതൃത്വത്തെ മുഖ്യമന്ത്രി അപമാനിച്ചതായും പരാതി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗായത്രി അപമാനിച്ചു എന്നാണ് പരാതി. ഹൈക്കമാൻഡിന് പ്രമേയം അയക്കാനാണ് മഹിളാ കോൺഗ്രസിന്റെ തീരുമാനം. സുനിഷ എല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, എന്താണ് മഹിളാ കോൺഗ്രസിനെ ഇത്രയേറെ പ്രകോപിപ്പിച്ചത്? മധു, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജബി മേത്രന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമാണ് KPCC ആസ്ഥാനത്ത് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഗുരുതരമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ഉയർന്നത് എന്നുള്ളതാണ്. കടുത്ത അമർഷം മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ചില നിലപാടുകൾക്കെതിരെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രമേയം കൂടി പാസാക്കിയിരിക്കുന്നു മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി എന്നുള്ളതാണ്. ഐക്യകണ്ഠേന തന്നെ അത് പാസാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രി വി ഡി സതീശൻ അഹങ്കാരം കുറയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ പാർട്ടിക്ക് വിധേയനായി തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നു. ഒപ്പം പാർട്ടി പ്രവർത്തകരോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനം അത് ശരിയല്ല എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ എടുത്തു പറയുന്നത് മഹിളാ കോൺഗ്രസ് തന്നെ നൽകിയിരിക്കുന്ന ഒരു പരാതിയാണ്. അതായത് മഹിളാ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗായത്രിയെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയപ്പോൾ പരസ്യമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അപമാനിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത് സ്വാഭാവികമായും മഹിളാ കോൺഗ്രസിനോടുള്ള തെറ്റായ സമീപനം, അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിനോട് കാണിച്ച ഈ സമീപനം അത് ശരിയല്ല എന്നുള്ളതാണ് ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നത്. പലപ്പോഴും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പല വിഷയങ്ങളിലും സമരം ചെയ്ത വലിയ പ്രതിഷേധങ്ങളിലെല്ലാം പങ്കെടുത്ത ആളുകളാണ് മഹിളാ കോൺഗ്രസ്. പക്ഷേ മഹിളാ കോൺഗ്രസിനോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനം അത് ശരിയായ രീതിയിലല്ല, അല്ലെങ്കിൽ തെറ്റായ സമീപനം ഇപ്പോഴും മുഖ്യമന്ത്രിക്കുണ്ട് എന്നൊരു വിമർശനം, അമർഷം സ്വാഭാവികമായും മഹിളാ കോൺഗ്രസിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രമേയം കൂടി പാസാക്കിയിരിക്കുന്നത് ഈ കമ്മിറ്റിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത് KPCC അധ്യക്ഷനും ഒപ്പം തന്നെ ഹൈക്കമാൻഡിനും ഈ പ്രമേയം നൽകുമെന്നുള്ളതാണ്. നിരവധി കാര്യങ്ങൾ സ്വാഭാവികമായും മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പോഷക സംഘടനകൾക്ക് കൃത്യമായ ഒരു പരിഗണന നൽകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അത് ഗൗരവത്തിൽ തന്നെ മഹിളാ കോൺഗ്രസ് കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ യോഗത്തിൽ കൃത്യമായി ഓരോ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ഈ വിഷയം ഉയർത്തിക്കാണിക്കുകയും ഐക്യകണ്ഠേന തന്നെ ഈ പ്രമേയം പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കമാൻഡിന് അയക്കാനാണ് ഇപ്പോൾ ഈ പ്രമേയം അയക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നതുകൂടി അറിയുന്നു. അതായത് ഇത് നേരിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്. തീർച്ചയായിട്ടും അത് ഒരുപക്ഷെ അങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും മഹിളാ കോൺഗ്രസ് അത്തരത്തിലൊരു പ്രമേയം പാസാക്കിയിരിക്കുന്നു. ഇനി ആ പ്രമേയം KPCC അധ്യക്ഷനും ഹൈക്കമാൻഡിനും നൽകുക എന്നുള്ളത് തന്നെയാണ്. ഹൈക്കമാൻഡിനെ ഈ കാര്യം നേരിട്ട് അറിയിക്കുക എന്നുള്ളതാണ്. ഇവർ നേരിട്ടിട്ടുള്ള ദുരനുഭവം ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേരിട്ടിട്ടുള്ള വിഷയമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ എടുത്ത മഹിളാ കോൺഗ്രസിനോടുള്ള സമീപനമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് എന്നത് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കടുത്ത അമർഷം വി ഡി സതീശന്റെ ചില നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം, ചില തീരുമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹിളാ കോൺഗ്രസിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അഹങ്കാരത്തോടു കൂടിയാണ് ചില അംഗങ്ങളോട് അദ്ദേഹം പെരുമാറുന്നത്. പാർട്ടി പ്രവർത്തകരോടുള്ള സമീപനം അത് പലപ്പോഴും ശരിയായ രീതിയിലല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് മഹിളാ കോൺഗ്രസ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രമേയം പാസാക്കുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം അത് ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അത് ഹൈക്കമാൻഡിന് കൈമാറും ഈ പ്രമേയം എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് ചർച്ചകൾ നടക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക. മാധു, മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പ്രമേയം പാസാക്കി മഹിളാ കോൺഗ്രസ്. ആ പ്രമേയം ഹൈക്കമാൻഡിന് അയച്ചു കൊടുക്കാനും തീരുമാനിച്ചിരിക്കുന്നു. മഹിളാ കോൺഗ്രസിനെ അപമാനിക്കുന്നു, മുഖ്യമന്ത്രി അഹങ്കാരം വെടിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രമേയമാണ് മഹിളാ കോൺഗ്രസ് പാസാക്കിയിരിക്കുന്നത്. സുനിഷ എല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.